ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ക്ലാസ് റൂമുകളിൽ മുൻബെഞ്ചിലിരുന്ന് കണക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളെ, നോട്ട് കുറിച്ചെടുക്കുന്ന കുട്ടികളെ ഒക്കെ അധ്യാപകർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ മാത്രമാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത്. ഈ സമയത്ത് ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരുന്ന് നോട്ട് ബുക്കിൽ കുത്തിക്കുറിക്കുന്ന അല്ലെങ്കിൽ ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പനായിട്ടും കാണും. ഇന്ന് നിങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞു അല്ലേ? മൊബൈൽ ഫോൺ മുതൽ ആഡംബര കാറുകൾ വരെ ഇന്ന് കേരളത്തിൽ കിട്ടാത്തതില്ല, ഇന്ത്യയിലൊന്നും കിട്ടാത്തതില്ല. അത് ഡിസൈൻ ചെയ്തത് ഇതുപോലെ കണക്ക് പഠിപ്പിച്ചപ്പോൾ ഏറ്റവും പിന്നിലെ നിരയിലിരുന്ന് അധ്യാപകന്റെ ചിത്രം വരച്ച ഒരു കലാകാരൻ, അവന് ശരിയായ ദിശാബോധത്തോടെ ആ അധ്യാപകൻ, മോനെ നിന്റെ മേഖല ഇതാണ്, നീ ഇതിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള ഡിസൈൻ ഏതെങ്കിലും അക്കാഡമിയിലേക്കാണ് പോകേണ്ടത്, കണക്ക് പഠിച്ച് എഞ്ചിനീയർ ആവാൻ പോയി വാശി പിടിക്കണ്ട, ഡിസൈനർ ആവൂ, നീ ലോകത്തെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രതിഭയാവൂ എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഗംഭീര ഉൽപ്പന്നങ്ങൾ കലാകാരന്മാരായ ഡിസൈനേഴ്സിനെ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും.